ഹായ് ആൾ ഫോർ സ്കൂളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ക്വാണ്ടിൻ്റെ 2024 സ്ലോട്ട് 1ൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തു. ഇപ്പോൾ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഇത് വൺ ഓഫ് ദി ഈസിയസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു സ്ലോട്ട് 1ൻ്റെ. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. സോ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? എ ഷോപ്പ് വാണ്ട്സ് ടു സെൽ എ സെർട്ടൺ ക്വാണ്ടിറ്റി ഓഫ് ഗ്രെയിൻസ്. അപ്പോൾ എത്ര ക്വാണ്ടിറ്റി എന്ന് പറയുന്നില്ല അല്ലേ? അപ്പോൾ എത്രയോ ക്വാണ്ടിറ്റി ഓഫ് ഗ്രെയിൻസ് എന്തുണ്ട്? ഷോപ്പിലുണ്ട്. ഓക്കെ, ഇറ്റ് സെൽസ് ദ ഹാഫ് ഓഫ് ദ ക്വാണ്ടിറ്റി ആൻഡ് അഡീഷണൽ 3 kg ഓഫ് ദീസ് ഗ്രെയിൻസ് ടു ദ ഫസ്റ്റ് കസ്റ്റമർ. അതിൻ്റെ മീനിങ് എന്താ? ആദ്യം വന്ന കസ്റ്റമറിന് എത്രയാണോ ടോട്ടൽ ഉള്ളത്, അപ്പോൾ ഞാനിവിടെ നമ്മൾ എടുക്കാൻ പോകുന്നത് കൺസിഡർ സംതിങ്. ഓക്കെ, എക്സ്. ഓക്കെ, എക്സ് ബി ദ ടോട്ടൽ ക്വാണ്ടിറ്റി. ഓക്കെ, ഇത് രണ്ട് രീതിയിൽ ചെയ്യാം. ഓക്കെ, പ്രിപ്പയർ ചെയ്യാത്ത ഒരാൾക്ക് വെറുതെ ഒരു ഈസി മെത്തേഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് ഞാനിപ്പോൾ പറയുന്നത്. ഓക്കെ, സോ ഇപ്പോൾ ഞാൻ പറയുന്നു എക്സ് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഓക്കെ, എക്സ് ക്വാണ്ടിറ്റി ആദ്യം ഉണ്ടായിരുന്ന ടോട്ടൽ ക്വാണ്ടിറ്റിയാണ്. ഫസ്റ്റ് വന്ന കസ്റ്റമർ എന്താ ചെയ്തത്? ഇതിൻ്റെ ഹാഫ്, എക്സിൻ്റെ ഹാഫ് എന്താണ്? x/2 അല്ലേ? x/2 പ്ലസ് എന്ത് കൊടുത്തിട്ടുണ്ട്? ബാക്കി ഒരു 3 kg കൊടുത്തു. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് കസ്റ്റമറിന് കൊടുത്തത്. ബാക്കി എന്തുണ്ടാവും? ബാക്കി ഒരു നിശ്ചിത ക്വാണ്ടിറ്റി ഉണ്ട്, നമുക്കറിയില്ല. ഓക്കെ, സോ എന്നിട്ട് അടുത്ത് വരുന്നതാണ് ഇറ്റ് സെൽസ് ഹാഫ് ഓഫ് ദ റിമൈനിങ് ക്വാണ്ടിറ്റി ആൻഡ് അഡീഷണൽ 3 kg ടു ദ സെക്കൻഡ് കസ്റ്റമർ. ഓക്കെ, അപ്പോൾ സെക്കൻഡ് കസ്റ്റമർ ഇതുപോലെ എന്താണ്? ബാക്കി എന്താണുള്ളത്? ഇതാണ് നമ്മുടെ ബാലൻസ് അല്ലേ? ബാക്കിയുള്ള സാധനമാണിത്. ബാക്കിയുള്ളതിൻ്റെ പഴയ പോലെ തന്നെ ഹാഫ് അല്ലേ? എന്താണോ ബാക്കിയുള്ളത്. ഓക്കെ, സോ ബാക്കിയുള്ളത് ഞാൻ ബി എന്ന് എടുക്കുകയാണ്. അതിൻ്റെ ഹാഫ്. ഓക്കെ, അതിൻ്റെ ഹാഫ് പ്ലസ് അഗെയിൻ 3. ഇതാണ് സെക്കൻഡ് കസ്റ്റമറിന് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ബാക്കി വീണ്ടും ഉണ്ടാവും അല്ലേ? ഞാൻ അത് B1 എടുക്കുന്നു, ഇത് B2 എടുക്കുന്നു. ഇത്രയും കോംപ്ലക്സ് ആക്കേണ്ട കാര്യമൊന്നുമില്ല, എളുപ്പമാണ്, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇതാണ് ഇനി ബാക്കിയുള്ളത്. അപ്പോൾ ഫൈനലി വെൻ ദ ഷോപ്പ് സെൽസ് ഹാഫ് ഓഫ് ദി റിമൈനിങ് ക്വാണ്ടിറ്റി ആൻഡ് അഡീഷണൽ 3 grains, തേർഡ് കസ്റ്റമർ. ഓക്കെ, അപ്പോൾ വീണ്ടും എന്ത് ചെയ്യാണ്? വീണ്ടും മൂന്നാമത്തെ കസ്റ്റമർ ഇതുപോലെ തന്നെ എന്താണോ ഉള്ളത് അതിൻ്റെ ഹാഫ് പ്ലസ് 3 അല്ലേ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്താ പറയുന്നത്? ദർ ഈസ് നോ ഗ്രെയിൻസ് ലെഫ്റ്റ്. അതായത് ബാക്കി എന്താവണം? ഇവിടെ 0 kg ആണ്. അതായത് എന്താണ്? ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കി തന്നെ നമുക്കിത് ഏകദേശം ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം? ഇത് രണ്ട് രീതിയിൽ ചെയ്യാം. ഓക്കെ, കോംപ്ലക്സ് ആക്കാതെ തന്നെ നമുക്ക് ജസ്റ്റ് സിമ്പിളായിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഓപ്ഷൻസ് വെച്ചുന്ന രീതിയിലും ചെയ്തു നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ ഞാൻ കൺസിഡർ ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഇനിഷ്യലി എത്ര ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, കടയിൽ എത്ര ടോട്ടൽ ഉണ്ടായിരുന്നു എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അതായത് നമ്മുടെ ഈ ഒരു ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് ഓപ്ഷനായ 50 ഇട്ട് കൊടുക്കാം. ഓക്കെ, 50 ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ടോട്ടൽ ക്വാണ്ടിറ്റി എന്ന് കരുതുക. ഓക്കെ, നമ്മളിന്ന് കൺസിഡർ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് കസ്റ്റമർ എന്ത് കൊടുക്കുകയാണ്? 50യുടെ പകുതി എത്രയാണ്? 25 പിന്നെ ഒരു 3 അല്ലേ? അപ്പോൾ 28 അല്ലേ? അപ്പോൾ ബാക്കി എന്താ ഇവിടെ ഉണ്ടാവുക? ബാലൻസ് എന്താ ഉണ്ടാവുക? 50 28 കുറച്ച് എത്ര ഉണ്ടാവും? 22 ഉണ്ടാവും അല്ലേ? യെസ്, 22 kg. ഇത് ഫസ്റ്റ് കസ്റ്റമറിന് കൊടുത്തു. ഓക്കെ, സോ ബാക്കിയുള്ള എന്താണ്? 22 അല്ലേ? അതിൻ്റെ പകുതി, വീണ്ടും അതിൻ്റെ പകുതി എടുക്കുകയാണ്. 22ൻ്റെ പകുതി എത്രയാണ്? 11 അല്ലേ? 11 + 3 നമ്മൾ എല്ലാത്തിനും ആഡ് ചെയ്യുന്നുണ്ടല്ലേ? ഇതാണ് സെക്കൻഡ് കസ്റ്റമറിന് കൊടുത്തത്. അപ്പോൾ 11 + 3 14. അപ്പോൾ 22ന് 14 പോയാൽ ബാക്കി എത്ര ഉണ്ടാവും? 8 kg അല്ലേ? അപ്പോൾ 8 ആണ് ഇവിടുത്തെ ബാലൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് തേർഡ് കസ്റ്റമറിന് കൊടുക്കാം. തേർഡ് കസ്റ്റമർ ഇതുപോലെ തന്നെ 8ൻ്റെ ഹാഫ് അല്ലേ? 8ൻ്റെ ഹാഫ് എത്രയാണ്? 4 + 3 അല്ലേ? എത്രയാണ്? 7. അപ്പോൾ 8ന് 7 കുറച്ച് എത്രയാണ്? 1 ഉണ്ടല്ലേ? യെസ്, ഇവിടെ 1 kg ബാക്കിയുണ്ട്. അപ്പോൾ ഇതാണോ കറക്റ്റ് ആൻസർ? അല്ല. കാര്യം നമുക്കിവിടെ എന്ത് കിട്ടണം? നമുക്കിവിടെ 0 ആണ് കിട്ടേണ്ടത് അല്ലേ? ഓക്കെ, 0 ആണ് നമുക്കിവിടെ കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ഓപ്ഷൻ ഇല്ലാന്ന് ഉറപ്പായി. നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ ഇട്ട് നോക്കാം. ഓക്കെ, ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? സെക്കൻഡ് ഓപ്ഷൻ ഇട്ട് കൊടുക്കാം. എന്താവും നോക്കാം. അപ്പോൾ ഞാൻ 42 കൊടുക്കുകയാണ്. അപ്പോൾ 42ൻ്റെ ഹാഫ് എത്രയാണ്? 21 അല്ലേ? 21 + 3 ആണ് ഫസ്റ്റ് കസ്റ്റമർ കൊടുത്തത്. 21 + 3 എത്രയാണ്? 24. 42 എന്ന് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്ര കിട്ടും നമുക്ക്? 16 18 അല്ലേ? 24 യെസ് 18. അടുത്ത കസ്റ്റമർ എന്ത് കൊടുത്തു? 18ൻ്റെ ഹാഫ് അല്ലേ? 18ൻ്റെ ഹാഫ് എത്രയാണ്? 9 + 3 എത്രയാണ്? 12 അല്ലേ? അപ്പോൾ ബാക്കി എന്തുണ്ടാവും? 6 ഉണ്ടാവും അല്ലേ?
യെസ്. അപ്പോൾ തേർഡ് കസ്റ്റമർ എന്ത് കൊടുത്താണ്? 6.5 അല്ലേ? 6.5 3 പ്ലസ് ഒരു അഡീഷണൽ 3 അല്ലേ? യെസ്. അപ്പോൾ എന്താണ് 6? അപ്പോൾ 6 കുറച്ച് ബാക്കി എത്രയാണ്? 0 അല്ലേ വരുന്നത്? അപ്പം നമുക്ക് നമ്മുടെ എന്തായി, നമ്മുടെ ക്വസ്റ്റ്യൻ്റെ സെയിം ആൻസർ തന്നെ കിട്ടി. അപ്പോൾ ഇങ്ങനെ ഓപ്ഷൻ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ് മക്കളെ? 42 ആണ്. ഓക്കെ. സോ ഈ ഓപ്ഷൻ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് ഇതിപ്പോൾ ഞാൻ പഠിപ്പിക്കാൻ വേണ്ടി ടൈം എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് മൈൻഡ് ചെയ്യാവുന്നേ ഉള്ളൂ ഈ ഒരു കാൽക്കുലേഷൻ. ഓക്കെ. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓപ്ഷൻ യൂസ് ചെയ്ത് തന്നെ നമുക്കിത് പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ക്വസ്റ്റ്യൻ 3 ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.